2001 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് രാവണപ്രഭു. രഞ്ജിത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം 1993 രഞ്ജിത്തിന്റെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന സിനിമയുടെ തുടർച്ചയായിരുന്നു. മംഗലശ്ശേരി നീലകണ്ഠൻ, MN കാർത്തികേയൻ എന്നീ അച്ഛൻ മകൻ വേഷങ്ങളിലായി മോഹൻലാൽ ഇരട്ട വേഷത്തിലാണ് രാവണപ്രഭുവിൽ അഭിനയിച്ചത്. നെപ്പോളിയൻ, രേവതി, വസുന്ധര ദാസ്, സിദ്ദിഖ്, ഇന്നസെന്റ്, വിജയരാഘവൻ, സായ്കുമാർ എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തി. റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ രാവണപ്രഭുവിനെ കുറിച്ചും മോഹൻലാലിന്റെ ഇരട്ട വേഷത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് സംവിധായകൻ M. പത്മകുമാർ. ദേവാസുരത്തിലും രാവണപ്രഭുവിലും അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. വളരെ രസകരമായി എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു രാവണപ്രഭു. ദേവാസുരം ഷൂട്ട് ചെയ്തതുപോലെ ആയിരുന്നില്ല അത്. രാവണപ്രഭുവിന് അത്രയും സ്ട്രെയിൻ ഇല്ലായിരുന്നു. സ്ട്രെയിൻ ഉണ്ടെങ്കിൽ പോലും അത് വളരെ എൻജോയ് ചെയ്താണ് സിനിമ ഷൂട്ട് ചെയ്തത്. രാവണപ്രഭുവിൽ ലാലേട്ടൻ അച്ഛനായും മകനായും ഡബിൾ റോളിലായിരുന്നു എത്തിയത്. അത് വളരെ രസകരമായ കാര്യമായിരുന്നു. ഡബിൾ റോളുകൾ വളരെ കുറവായ സമയത്താണ് ഈ സിനിമ വരുന്നത്. അങ്ങനെയുള്ള സിനിമകൾ അധികം വന്നിരുന്നില്ല. ഇന്നത്തെ പോലെയുള്ള ഗ്രാഫിക്സ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതൊന്നും സാധിക്കുന്ന സമയമായിരുന്നില്ല അത്. അന്ന് ഡബിൾ റോളിനായി വേറെ ഒരു ഡ്യൂപ്പിനെ വെച്ച് ആദ്യം ചെയ്യും, പിന്നെ ഒറിജിനൽ ആളെ വെച്ച് ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഇത് രണ്ടും മാച്ച് ചെയ്യുക. വളരെ കഷ്ടപ്പെട്ടാണ് ഡബിൾ റോളുകൾ ചെയ്യുന്നത്. ഓരോ സീനുകളും അത്രയേറെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. സാധാരണ രഞ്ജിത്തിന് ഫുൾ സ്ക്രിപ്റ്റ് ആദ്യമേ തന്നെ കിട്ടാറില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ആദ്യമേ തന്നെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ സാധിച്ചു. ഓരോ സീനും ഷോട്ടും അത്ര ശ്രദ്ധയോടെയാണ് ചെയ്തത് M. പത്മകുമാർ പറഞ്ഞു.